ബാർസ അങ്ങനെ കപ്പടിച്ചിരിക്കുകയാണ്. രണ്ട് ടീമും കട്ടയ്ക്കെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം കളി കണ്ടവർക്കറിയാം ബാർസയുടെയിലായിരുന്നു ബോൾ ഫുള്ള് അവന്മാരയിലായിരുന്നു. ഇടയ്ക്ക് ഇച്ചിരിയൊക്കെ ബോളെ കിട്ടിയിട്ടുള്ളൂ റയൽ മാഡ്രിഡ്. പക്ഷേ അത് അവർ മുതലെടുത്ത് 2 ഗോൾ അടിച്ചെന്നല്ലാതെ കളി മൊത്തം ബാർസയുടെയിലായിരുന്നു. റാഫീന എൻ്റെ പൊന്നോ, ഈ 2 ഗോള് പട്ടക്കം 2 ഗോള്. മറ്റേ രണ്ടാമത്തോളം ഡിഫ്ലക്ഷൻ ആണ്. ഫസ്റ്റ് ഗോളൊക്കെ എൻ്റെ നൈസ് ഗോളാണ്. യമാലിൻ്റെ ഗോൾ കോൺട്രിബ്യൂഷൻ നൈസ് കളിയായിരുന്നു കളിച്ച. സ്റ്റോറിയൊക്കെ ഇട്ടെങ്കിലും പയ്യൻ നൈസായിട്ട് കളിച്ചു. അങ്ങനെ എൽ ക്ലാസിക്കോ തൂക്കി, കപ്പും തൂക്കി. പിന്നെ റയലിലവരാണ് വിനിയുടെ ഗോള് ഫസ്റ്റ്. എൻ്റെ പൊന്നോ, അത് പൊള്ളി ഗോളായിരുന്നു. കാരണം ബാർസയുടെ ഡിഫൻസ് മൊത്തം ബ്രേക്ക് ചെയ്തിട്ടുള്ളൊരു ഗോളായിരുന്നു. അത് പറയേണ്ട കാര്യമാണ്. റയലിന് തിരിച്ചു വരാൻ അവസരം ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ. പക്ഷേ ബാർസയുടെ ഗോളി അതിന് സമ്മതിച്ചില്ല. കിടിലൻ സേവ് ഇട്ട് എന്തായാലും കപ്പ് ബാർസ പൊക്കിയിരിക്കുകയാണ്. ഇപ്പം മൊത്തത്തിൽ എൽ ക്ലാസിക്കോ ഇപ്പോൾ കൂടുതലും ബാർസയാണ് ജയിക്കുന്നത്. അടുത്ത നമുക്ക് പറയാനാണെങ്കിൽ സൗദി പ്രോ ലീഗ് കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ് അൽ നാസറിൻ്റെ നിന്ന്. അങ്ങനെ അൽ ഹിലാൽ നല്ല പോയിൻ്റ് ലീഡ് പിടിച്ച് കളി എന്നെ പറയാൻ. ആദ്യം റൊണാൾഡോ ഗോൾ അടിച്ച് കളി ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം പിടിച്ച് കളിച്ചിട്ട് സെക്കൻഡ് ഹാഫ് കൊണ്ടൊരു കളയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഗോൾ കീപ്പർ കാണിച്ചൊരു മണ്ടത്തരമായിപ്പോൾ. എന്തായാലും പെനാൽറ്റി അവന്മാർ അടിച്ച് കയറ്റി. എന്നിട്ട് ഫൗള് ചെയ്ത് റെഡ് കാർഡ് മേടിച്ച് പോയി. അപ്പം തൊട്ട് കളി മാറി. ഫുള്ള് അവന്മാർ കയ്യിലാക്കി ബോൾ. അൽ ഹിലാൽ കളി ജയിക്കുന്ന. അങ്ങനെ 10 കളി ജയിച്ച് നിന്നാണ്. എന്നിട്ട് ഈ അവസ്ഥയായിപ്പോയി. റൊണാൾഡോയ്ക്ക് ഒരു കിരീടം ചൂടാൻ പറ്റുന്നില്ല അൽ നാസറിനോട്. എന്താ ഈസപ്പം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഓക്കെ ബൈ.